അല്ല അതല്ല അതല്ല എങ്ങനെയുണ്ട് അയാൻ? അസ്സലാമു അലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൺഡേ വ്ലോഗാണ് കേട്ടോ ഇത്. സൺഡേയിൽ ഞാൻ ഒരുപാട് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വലിയൊരു വ്ലോഗ് തന്നെയാണ് കേട്ടോ സൺഡേയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുകയാണ്. പിന്നെ ഒരു DM-ൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പാല് മേടിക്കാൻ പോയി. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ടേബിളൊക്കെ ഒന്ന് തുടച്ചു. കുറച്ച് സമയമല്ലേ ഉള്ളൂ, അപ്പോൾ ആ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ചെയ്തു. പിന്നെ വാഷിങ്ങിന് ഇടാനുണ്ടായിരുന്നു. തലേദിവസം തന്നെ നമ്മൾ കുറച്ച് തുണികൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു. ഞാൻ പാലൊക്കെ എടുത്തിട്ട് ഞാൻ കിച്ചണിലോട്ട് പോയി. ഇനി ചായ വെക്കൽ പരിപാടികളാണ്. രാവിലെ ഇടിയപ്പം പ്ലസ് മുട്ടക്കറി ഉണ്ടാക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കിച്ചണിലോട്ട് എത്തി. എന്താല്ലേ, എത്തിക്കഴിഞ്ഞ ശേഷം ചായ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാട്ടോ, എന്താണ് വിശേഷം എന്നുള്ളതൊക്കെ ഒന്ന് പറയണം. ഞാൻ എന്താ പറയാ, അയ്യോ മുക്കലും മുള്ളലും വേണ്ടാന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അപ്പം അതിനനുസരിച്ച് നിൽക്കാല്ലേ, വെറുതെ എന്തിനാണ് എല്ലാവരെയും കൂടെ ഞാൻ മട്ടാക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ താജ്മഹലൊക്കെ ഇട്ട ടേസ്റ്റി ആയിട്ടുള്ള ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ സുക്കട്ടിക്ക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ കമന്റ് ബോക്സിൽ. നല്ല ഔഷധ ഗുണമുള്ള ചെടിയാണ്. നമ്മുടെ വയറിൽ ഈ അൾസർ പോലുള്ള ഐറ്റം, ക്യാൻസർ ഒക്കെ വരാതിരിക്കാനൊക്കെ നല്ല ബെസ്റ്റാണ് കേട്ടോ ഈ സുക്കട്ടിക്കായുടെ ചീര കഴിക്കണത്. വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും കഴിച്ചാൽ അത്രയും നല്ലത്. പക്ഷെ ചീര ഉണ്ടല്ലോ നമുക്ക് കിട്ടിയില്ല, അതിങ്ങനെ പുഴു കടിച്ച പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എടുത്തില്ല കേട്ടോ. നമുക്ക് അങ്ങനത്തെ ഇലകളൊന്നും നമുക്ക് പൊതുവെ നമ്മൾ കഴിക്കില്ലല്ലോ. അപ്പൊ അതിന്റെ മണി മാത്രം എടുത്തിട്ടാണ്, അങ്ങനെ ആ കുരു ഇല്ലേ, അത് മാത്രം എടുത്തിട്ട് കറി വെച്ചത്. അതും നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അങ്ങനെ ചായപ്പൊടിയൊക്കെ എടുത്ത് മാറ്റി, ഇച്ചിരി ഉള്ളതിനെ ഫുൾ അതിലോട്ട് കൊട്ടി ഞാൻ പ്ലാസ്റ്റിക് ഇടുന്ന അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നൈസ് വ്ലോഗ്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്ന് പറയുന്നുണ്ട്. ഓ താങ്ക് യു സോ മച്ച്, നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ. യു ആർ റിയലി ഗ്രേറ്റ് മരുമകൾ എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തേ, താങ്ക് യു സോ മച്ച്. പിന്നെ ചായ റെഡി ആയിട്ടുണ്ട്. കുറെ വെള്ളി വീഴുന്നുണ്ട് അല്ലേ, എന്ന് എന്താണെന്നറിയില്ല. അപ്പൊ എന്തായാലും ക്ഷമിക്കുക കേട്ടോ, നിങ്ങള് ക്ഷമയോടെ ഇരിക്കുക. നല്ല അടിപൊളി ഒരു അൽഫാം മന്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാനതില്. അപ്പൊ അതൊക്കെ കാണാം. അതിലോട്ടുള്ള അറബിക് ചട്നി, മയോണൈസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ചായ റെഡിയായി. ആ കുട്ടി എം വെച്ചിട്ട് എന്തെങ്കിലും കമ്പനിയുണ്ടോ? അവിടെ ഇഷ്ടംപോലെ കമ്പനിയുണ്ട്. അതിലാണ് വർക്ക് ചെയ്യുന്നത്. ഡൗട്ടായിട്ട് ഞാൻ ചോദിച്ചില്ല. കോഴിക്കോടത്തെ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ട്, പക്ഷെ എനിക്കെന്നെ കണ്ടിട്ടുണ്ട്. രാവിലെ കൈവട്ടതാണ്. അപ്പൊ കുറച്ച് വീഡിയോയിലുള്ള സൗണ്ടും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വർത്താനം പറയണത് ഉമ്മാന്റെ ഉപ്പാന്റെ സൗണ്ട് കേൾക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അത് പ്രമാണിച്ചിട്ടും പിന്നെ നമ്മൾ ഇത്രയും ലെങ്തി വീഡിയോ ഫുള്ള് വായടിച്ച് എങ്ങനെ തീർക്കും എന്ന് നമുക്ക് അറിയില്ലല്ലോ. പണ്ട് പറഞ്ഞ പോലെ കുക്കിങ്ങും എൻ്റെ വായടിക്കലും കുക്കിങ്ങും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് പറയണ്ടായിരുന്നു കേട്ടോ. എന്നോ ഒരിക്കൽ ഞാൻ അതിനെക്കുറിച്ച് ഒരു വ്ളോഗിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ
പക്ഷേ എനിക്ക് ഇത്രയും 30 മിനിറ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും. അങ്ങനെ ഉള്ളിലൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി എടുത്തു, ചായ കുടിച്ച് ഞാൻ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞ് അയൻകുട്ടി പോയിട്ടോ. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ എഗ്ഗ് കറി ഞാൻ കാണിക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള എഗ്ഗ് കറിയാണ്. അപ്പോൾ എന്തായാലും റെസിപ്പി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇത് ശരിക്കും പറഞ്ഞാൽ റെസിപ്പി ഉണ്ടാക്കിയത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിരുന്നു, പക്ഷെ ഞാൻ രാവിലെ എണിച്ചിട്ട് വീണ്ടും അന്നേ വീഡിയോ എടുത്ത് വെച്ചതാണ്. വീണ്ടും ഞാൻ ഈ എഗ്ഗ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ എഗ്ഗ് കറി ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഒരു 3-4 തക്കാളി എടുത്തിട്ടുണ്ട്, വലുതാണെങ്കിൽ 2 മതി കേട്ടോ. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കാം. എണ്ണയ്ക്ക് പകരം ബട്ടർ എടുത്താൽ ഒന്നുകൂടി ടേസ്റ്റാണ്. ഇവിടെ പിന്നെ ബട്ടറിനോട് വലിയ താല്പര്യമല്ല ഉമ്മാക്കും ഉപ്പാക്കും, നമുക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ആയി കിട്ടണം. പിന്നെ പൊടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് വഴറ്റിയെടുക്കാം. ഞാൻ പക്ഷെ പൊടികൾ ഇതിലിട്ട് കൊടുത്തിട്ടില്ല. അതിനുശേഷം ഞാൻ 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സ്ഥാനത്ത് നിങ്ങൾ ഒരു 10-15 കാഷ്യൂ ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. ഇവിടെ ഇപ്പോൾ കാഷ്യൂ വാങ്ങി വെച്ചാലൊന്നും കാണൂല, അതാണ് ഒരു പ്രശ്നം. ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഈ കുഞ്ഞു ജാറിലിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കൂല അരയൂല എന്നുള്ളത് മനസ്സിലായി. പിന്നെ വലിയ ജാറിലോട്ട് മാറ്റി നല്ലപോലെ അരച്ചെടുക്കണം. നല്ല ക്രീമി ടെക്സ്ചർ ആവണം കേട്ടോ. പിന്നെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, വലിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ തന്നെ ആയിട്ട് വരണം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കണം. എൻ്റെ സൗണ്ട് ഒരുമാതിരി ആവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഉള്ളിയൊക്കെ ആയിട്ടുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഇല്ലാത്ത പരിപാടി ഇല്ല അല്ലേ? ഈ സമയത്ത് ഒരു മാഗി ക്യൂബും നിങ്ങൾക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ. പിന്നെ അരച്ച് വെച്ച് നമ്മുടെ അരപ്പില്ലേ, അതും കൂടെ അങ്ങ് ചേർത്തി കൊടുത്തോളൂ. എന്നിട്ട് നന്നായിട്ട് മസാല അരപ്പും കൂടി യോജിപ്പിച്ചെടുക്കുക. വെള്ളപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണ്ട. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് 2-3 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് ഈ ഒരു രീതിയിലായിട്ടുണ്ടാവും. ഇനി നമുക്കിതിലോട്ട് മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളമാക്കി കൊടുക്കുക. പിന്നെ കൺസിസ്റ്റൻസി എത്ര വേണോ അതിനനുസരിച്ച്. ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് കറി രൂപത്തിലാണ് എടുക്കുന്നത്, ഇടിയപ്പത്തിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം എന്തായാലും തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വരഞ്ഞ മുട്ട ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് കറിവേപ്പില, മല്ലിയില, കസൂരി മേത്തി ഇതെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എഗ്ഗ് ഇട്ടിട്ട് കുറച്ചും കൂടെ കട്ടി എനിക്കുള്ള പോലെ തോന്നി. ശരിക്കും ഈ കട്ടിയിൽ ഇറക്കിയ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് കസൂരി മേത്തിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഞാനിത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലേക്കൊന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് വെട്ടിത്തിളച്ച ശേഷം ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിലേക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒരു കറി. അപ്പോൾ ഇതുപോലെ ക്രീമി ടെക്സ്ചറിലുള്ള ഈ കറിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ അതെല്ലാം സെറ്റാക്കി എനിക്ക് അവിടേക്കൊന്ന് തുടച്ചെടുക്കാനുണ്ടായിരുന്നു. പിന്നെ പാത്രമൊക്കെ കഴുകി സെറ്റാക്കിയ ശേഷമാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് കേട്ടോ. പത്തിരി ഉണ്ടാക്കുമ്പോഴും പത്തിരി ആണെങ്കിലും നല്ല ടേസ്റ്റാണ്, പക്ഷേ സമയം ഇന്ന് തികയില്ല കേട്ടോ. എനിക്ക് പത്തിരി ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം സമയം വേണം. ഞാൻ കുറച്ച് അധികം സമയം എടുത്തിട്ടാണ് ഞാൻ പത്തിരി ഉണ്ടാക്കൽ. ഇടിയപ്പം ഉണ്ടാക്കലും അത് തന്നെ ആണ് അവസ്ഥ. ഞാൻ ഫസ്റ്റ് കറി ഉണ്ടാക്കി വെക്കും, പിന്നെ അവിടെയൊക്കെ ക്ലീൻ ആക്കും, കഴുകിയ അങ്ങനെ അഴുക്കായ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും, തുടച്ച് ക്ലീൻ ആക്കിയ ശേഷമാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നിൽക്കുകയുള്ളൂ കേട്ടോ ഞാൻ. അതെന്താണെന്നറിയില്ല. അങ്ങനെ ഇടിയപ്പത്തിൻ്റെ പൊടി വാട്ടിയെടുക്കുകയാണ്. ഇവിടെ നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കൽ.
ഉപ്പ് ഓൾറെഡി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് അങ്ങ് കുഴച്ച് സെറ്റാക്കി ഒന്ന് ചൂടാറിയ ശേഷം കൈകൊണ്ട് നന്നായി കുഴച്ചെടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി വരും കേട്ടോ. ഇപ്പൊ പിന്നെ ഇടിയപ്പം ഉണ്ടാക്കൽ വലിയ ടാസ്ക് ഇല്ല. പക്ഷെ എൻ്റെ കയ്യിൽ ടെന്നീസ് എൽബോ ഉള്ളത് എനിക്ക് കുറച്ച് ഇഷ്യൂ തന്നെയാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും. എന്നാലും ഡോണ്ട് കെയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. കാരണം ഇവിടെ എനിക്കാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് ഇടിയപ്പം. പാല് പിഴിഞ്ഞത് ഉണ്ടെങ്കിൽ പറയേ വേണ്ട. പക്ഷെ എനിക്കും കുട്ടികൾക്കും പാല് പിഴിഞ്ഞതിനോട് വലിയ താല്പര്യമില്ല. ഉമ്മാക്കും ഉപ്പാക്കും ഇക്കാക്കുമാണ് അതിനോട് വലിയ ഇഷ്ടം. പിന്നെ എല്ലാവർക്കും കുറുമ ഇഷ്ടമാണ്. അപ്പൊ പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഐറ്റം ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇടിയപ്പത്തിന്റെ മാവൊക്കെ ഒന്ന് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് ഞാൻ ഇതുപോലെ ഓരോന്നിലും ഇങ്ങനെ പീച്ചെടുത്തു. ഞാൻ ഇഡലി തട്ടിലാണ് ഇടിയപ്പം ഉണ്ടാക്കൽ എപ്പോഴും. എനിക്ക് അതാണ് കംഫർട്ട്. അതാവുമ്പോ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ആ കുഴിയിലേക്ക് ഇങ്ങനെ നിറച്ച് കൊണ്ടുവന്നാൽ മതിയല്ലോ. ഇങ്ങനെ ആക്കുമ്പോ നിങ്ങൾ വിചാരിക്കോ എന്തൊരു ഈസിയാണ് എന്നുള്ളത് അല്ലേ. ഇപ്പോ നോട്ട് ബാഡ്, എനിക്ക് നല്ല ഈസി ആയി കൊണ്ട് തന്നെ വരുന്നുണ്ട്. അങ്ങനെ 2 തട്ടിലും മാവ് ഇതാക്കി ഞാൻ ഇടിയപ്പം ഫസ്റ്റത്തെ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പാടാണിത്. ഈ ഒരു ചട്ടിയിൽ ഏറ്റവും റിസ്ക് ഉള്ള കാര്യമാണ് നമ്മൾ ആവിയോടെ എടുക്കുമ്പോൾ ആ കയ്യില് ചൂട് തട്ടുമല്ലോ അങ്ങനെ എടുക്കല്. അങ്ങനെ ഇതാ എണ്ണ തേച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഇങ്ങനെ ഞാൻ ഓരോ തട്ടിലും ഇടയിൽ തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ തട്ടിൽക്ക് ഇട്ട് കൊടുക്കാറില്ല. വെന്ത ശേഷം പച്ച തേങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അയൻകുട്ടി പോയല്ലോ, ചട്ടിയോടെ കറിയൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ 2 കാസറോളിൽ ഇടിയപ്പം ഉണ്ടാക്കിയിരുന്നു, അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എല്ലാരും കൂടെ ഇരുന്ന് കഴിച്ചേക്ക് നല്ല തിരക്കുള്ള സമയത്ത് ഞാൻ ഇക്കാനോട് ഫസ്റ്റ് പറയും, നിങ്ങൾ വേഗം പോയി കുളിച്ചിട്ട് വാ, നിങ്ങൾക്കൊക്കെ കഴിക്കാൻ തന്നിട്ട് വേണം എനിക്ക് ലഞ്ച് ഉണ്ടാക്കാൻ നിൽക്കാനെന്ന്. ഞാൻ കുറേ ആയില്ലേ മന്തി ഉണ്ടാക്കിയിട്ട്. അപ്പൊ എനിക്കത് ആദ്യം പഠിച്ചിട്ടൊക്കെ വേണം കേട്ടോ ഉണ്ടാക്കല്. ഞാൻ മറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ നോക്കുന്ന ഒരു ചാനൽ ഷാൻ ജിയോന്റെ ചാനലാണ്. ഉപ്പടക്കം അളവ് പറയുന്ന ആളല്ലേ. എനിക്ക് പൊതുവെ ആളുടെ വീഡിയോസ് ഇഷ്ടമാണ്, ആളുടെ റെസിപ്പീസ് ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് നോക്കും. അയാൾ പറഞ്ഞതുപോലെ ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരാറുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഒരുപാട് അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റെസിപ്പി അതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാന്നുള്ളതാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെ ഇടയിൽ വോയിസ് ഇടുമ്പോൾ എൻ്റെ മക്കള് TV ഇട്ടതിന്റെ നോയ്സ് നല്ലോണം അവിടെ കേൾക്കുന്നുണ്ട്. എൻ്റെ മൂത്ത മോൻ ആനിമി ഇരുന്ന് കാണുന്ന സ്വഭാവക്കാരനാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം മക്കള്. എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും കേട്ടോ. ആനിമിയൊക്കെ എന്താണ് അതിൽ സ്റ്റോറി ഉള്ളത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ ഒരുപക്ഷെ അത് ഫുള്ളായിട്ട് കാണാത്തതിന്റെ പ്രശ്നമായിരിക്കാം മേ ബി. അപ്പൊ എന്തായാലും നിങ്ങളുടെ വീട് എവിടെയാ? ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണുന്നത് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിൽ. അതേപോലെ വീട് വരുന്നത് എൻ്റെ സ്വന്തം വീട് മണ്ണാർക്കാട് അലനല്ലൂരാണ്. ഹസ്ബൻഡിന്റെ വീട് പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമടയാണ് കേട്ടോ വീട്. ഏകദേശം ഇവിടുന്ന് വാളയാറിന്റെ ഒക്കെ അടുത്തായിട്ട് വരും. പിന്നെ കുറെ പേര് ഹായ് ഹലോ അങ്ങനത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. തവള പൂച്ച, അതെ എൻ്റെ വീട്ടിൽ അതൊക്കെ ഉണ്ട്, എന്താ ചെയ്യുക. പിന്നെ വാലൈക്കും അസ്സലാം, നല്ല വർത്താനം, നിങ്ങളുടെ വീഡിയോ സൂപ്പർ, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ ചായ എല്ലാം കുടിച്ച് സൂപ്പറായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അതേപോലെ യൂട്യൂബ് വ്ളോഗിലൊക്കെ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെക്കുമല്ലോ, മ്യൂസിക്കൊക്കെ, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ പണ്ട് വീഡിയോസ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ കുറേ ആയിട്ട് അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ ചായ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ആയപ്പോഴത്തേക്കും ഊറ്റിയെടുക്കുകയാണ്. അതിന് കൂടെ തന്നെ പാത്രങ്ങളും കഴുകുന്നുണ്ട് കേട്ടോ. ചായ ആവുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും പാത്രങ്ങൾ കഴുകി വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കൂട്ടിലിട്ട മെരുകിനെ പോലെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ പിന്നെ ചായ ആയിട്ടുണ്ട്. ഇനി പോയി കുറച്ചു നേരം ചായ ഇരുന്ന് കുടിച്ച ശേഷം ബാക്കിയുള്ള നമ്മുടെ പണികൾക്കൊക്കെ അങ്ങോട്ട്
കിടക്കുക. അപ്പം ഞാൻ മ്യൂസിക് ആഡ് ചെയ്യുന്നതിൻ്റെ അഭിപ്രായം എന്ന് പറയണം കേട്ടോ. എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അത്രയും സമയം എനിക്കിങ്ങനെ വായടിക്കേണ്ട ആവശ്യം വരൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ചായ റെഡിയായപ്പോൾ ഇക്കാക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മയും ഉപ്പയും പിന്നെ ഹാളിൽ തന്നെ വന്നിരുന്നു കുടിച്ചു. ഞാനും എൻ്റെ ചായ കുടിച്ചു, ഹാഫ് ഗ്ലാസ്. അയ്യോ, ചായ ഊതി ഊതി കുടിക്കണം. എന്താന്ന് പറഞ്ഞാലേ ആട കെട്ടിയിട്ടുണ്ടാവും, ആടനെ ഊതി അങ്ങോട്ട് മാറ്റുകയാണ്. എൻ്റെ ചായയിൽ പെട്ടെന്ന് ആട കെട്ടും. ഞാൻ അത്യാവശ്യം നല്ലോണം പാല് യൂസ് ചെയ്തിട്ടല്ലേ ചായ വെക്കുന്നത്, അതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഊതി അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ. ഐ ലവ് വാച്ച് യുവർ വ്ലോഗ് ദീദി എന്നാണ് ഉദ്ദേശിച്ചത് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു തമിഴ് കമൻറ്റ് ഇരിക്കുന്നുണ്ട്. അയ്യോ, എനിക്കറിയില്ല. ഉങ്ക മാമിയാർ മാമനാർ പിറച്ചാനലും എപ്പടി സമാളിപ്പിങ്ക സിസ്റ്റർ. എനിക്ക് தெரியாது. നിങ്ങ சொன்ன കമന്റ് എനിക്ക് தெரியாது. വായിച്ചപ്പോൾ അർത്ഥമൊന്നും മനസ്സിലായതേ ഇല്ല. അപ്പൊ നമുക്ക് നോക്കിയാലോ, നമ്മുടെ മന്തി നോക്കിയാലോ. ഞാൻ സെല്ല റൈസ് എടുത്തിട്ടുണ്ട്, മന്തി റൈസ് ബ്രൗൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 1 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിടണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ അരി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണ പരിപാടി ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മസാല കൂട്ടിയെടുക്കുക ചിക്കനിൽ. ഞാനിവിടെ വലിയ പീസുകളാണ് എടുത്തിട്ടുള്ളത്, 6 പീസ് എടുത്തിട്ടുണ്ട്. 4 എണ്ണം ലെഗ് പീസ് തന്നെയാണ്, പിന്നെ 2 എണ്ണം മാത്രം ചെസ്റ്റ് പീസ് എടുത്തു. അത് പിന്നെ പിള്ളേർ കഴിക്കും, ബിഗ് ആണെങ്കിലും അവർ കഴിച്ചോളും. അങ്ങനെ അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. പിന്നെ ഇതിലോട്ട് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കേട്ടോ. എല്ലാം വഴിയെ കാണിക്കുന്നുണ്ട്, ഫുള്ളായിട്ട് കാണണം. അങ്ങനെ നമുക്ക് ഇതിന്റെ റെസിപ്പി നോക്കിയിട്ട് ബാക്കിയുള്ള കമന്റ് ഒക്കെ പിന്നെ വായിക്കാമല്ലോ. ഞാനിവിടെ വരഞ്ഞു വെച്ചിട്ടുണ്ട് ചിക്കൻ കഴുകിയിട്ട്. ഇതുപോലെ വലിയ പാത്രത്തിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഏത് പാത്രത്തിലാണോ റൈസ് റെഡിയാക്കുന്നത് ആ പാത്രത്തിലാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് മന്തി മസാല ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എനിക്ക് ഒന്നുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പൊടിക്കൊന്നും ചെയ്തില്ല, ഇതൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് അത് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂണ്, 1 സ്പൂൺ മല്ലിപ്പൊടിയും 2 മാഗി ക്യൂബും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം അൽഫാമിന്റെ മസാലയാണ്. അതും ഞാൻ ഷോപ്പിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കുക്കിംഗ് ഓയിൽ സൺഫ്ലവർ ഓയിലും ചേർത്തി കൊടുത്തിട്ട് നമുക്കിത് നല്ല പോലെ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അൽഫാം മസാല ഇട്ടപ്പം പക്ക അൽഫാമിന്റെ ടേസ്റ്റ് വന്നിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കന്. ഞാനിത് അടച്ചു വെച്ചിട്ട് 3/4 മണിക്കൂർ നേരത്തേക്ക് അത് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അരി വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിരുന്നു. അപ്പോൾ അരി വേവിക്കാനുള്ള വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് എണ്ണ, 2 മാഗി ക്യൂബ്, ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ചേർത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും അരിയൊക്കെ കഴുകി വൃത്തിയാക്കി വാർന്ന് എടുക്കണം കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്കിതൊന്ന് ഇളക്കിയാണ്ട് സെറ്റാക്കാം. അരി ഇട്ട് കൊടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ട്, അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കന് അതിലേക്ക് ഞാൻ ക്യാപ്സിക്കവും വലിയുള്ളിയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇതും വേവിച്ചെടുക്കുകയാണ്. രണ്ടും പതിയെ അങ്ങനെ വെന്ത് വരട്ടെ. അത്യാവശ്യം ടൈം എടുത്തു കേട്ടോ ഞാൻ മന്തി ഉണ്ടാക്കാൻ വീഡിയോ എടുക്കണ കാരണം, അല്ലെങ്കിലൊന്നും നമുക്ക് ടൈം അധികം വേണ്ട കേട്ടോ. അപ്പൊ ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ മന്തി റൈസ് ഓപ്പൺ ആക്കി ഇളക്കി കൊടുക്കുന്നുണ്ട്, ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ ഓപ്പൺ ആക്കിയിട്ടും ഇളക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ചിക്കനില് ഉള്ളി ക്യാപ്സിക്കം ഒക്കെ ഇട്ട് വന്നിട്ടില്ലേ, അത് തിരിച്ചിടുമ്പോൾ അടിഭാഗത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ മറിച്ചു വിട്ട് കൊടുക്കണം കേട്ടോ. നല്ലപോലെ വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഈ ഒരു ചിക്കനെ കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. നല്ലൊരു ഫ്രൈ രൂപത്തിൽ വേണം നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് രണ്ടും ആവുമ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ട് വേണ്ട അറബിക് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഒരു വലിയുള്ളി ചേർത്തി കൊടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ പകുതി മതി. കാശ്മീരി ചില്ലി പൗഡർ, ചെറിയ ജീരകം, ഉപ്പ്, പിന്നെ വിനീഗറും മല്ലിയിലയും ചേർത്തി കൊടുത്തിട്ട് ഇത്
തരി തരിയായിട്ട് അടിച്ചെടുക്കണം, ഒരുപാട് പേസ്റ്റ് ആക്കരുത്, ഈ ഒരു ലെവലിൽ കേട്ടോ. അപ്പോൾ ഒലീവ് ഓയിലാണ് ഇതിലോട്ട് ലാസ്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കല്. നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണ ആയതുകൊണ്ട് അത് ഒഴിച്ചു കൊടുത്തു. ഒലീവ് ഓയിലാട്ടോ വേണ്ടത്. ഉപ്പ് കമ്മിയായപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുത്തു, എന്നാലേ അറബിക് ചട്നിന്ന് നമുക്കിതിന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അരിയൊക്കെ ഊറ്റിയെടുക്കാൻ കുറച്ചധികം പാടുപെട്ടു. ഇതിലൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സിമ്പിൾ എന്ന് തോന്നും. അങ്ങനെ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഞാനിവിടെ വേവിച്ച് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ചിക്കൻ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ അപ്പുറത്തെ ചട്ടിയിലോട്ട് ഓരോ ചിക്കനെയും പെറുക്കി എടുത്തിട്ട് അതിനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. നല്ല മസാലയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചട്ടിയിലുള്ള മസാലേന്റെ മുകളിലോട്ട് ഞാൻ പകുതി റൈസ് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നിരപ്പാക്കിയ ശേഷം നമ്മൾ വീട്ടിലുണ്ടാക്കിയ നെയ്യ്, ഇതിന്റെ റെസിപ്പി കാണിക്കാട്ടോ, എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് വേണമെന്ന് നിർബന്ധമല്ല, പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇങ്ങനെ കിടത്തി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ നമ്മുടെ ചിക്കൻ ഒന്ന് ഇടക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. ഇച്ചിരി കളറൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടക്ക് ഇങ്ങനെ മന്തി കാണാൻ ഒരു രസമല്ലേ. പിന്നെ ബാക്കി പകുതിയുള്ള റൈസ് ഇതുപോലെ ആക്കിയിട്ട് നിരപ്പാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഇങ്ങനെ കുത്തി കുത്തി നിർത്തി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക് കേട്ടോ. കുറച്ച് കളറൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പൊരിച്ച് വെച്ച് നമ്മുടെ ചിക്കൻ്റെ പീസ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് വെച്ച് സെറ്റാക്കി എടുത്ത് ഇതിൻ്റെ മുകളിൽ ഒരു 1/2 സ്പൂണോളം നെയ്യ് വീണ്ടും വെച്ചു. സ്മോക്കി ഫ്ലേവർ വരുത്തണമെന്നുണ്ടെങ്കിൽ വരുത്താം നിങ്ങൾക്ക്. ഞാൻ എന്തായാലും അത് ചെയ്യുന്നില്ല, അതിനുള്ള ക്ഷമയും കൂടി ഇല്ല. അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ദമ്മ് പൊട്ടിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറെ വേസ്റ്റ് കളയാനുണ്ടായിരുന്നു, പാത്രം കഴുകാനുണ്ടായിരുന്നു. വേഗം വേഗം ചെയ്ത് ഫുഡൊക്കെ കഴിച്ച്, കുളി കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഒരു മയക്കം, അല്ലെങ്കിൽ കിടന്നുകൊണ്ട് ഫോണിൽ കുറേ നേരം നോക്കി കിടക്കുക, അല്ലെങ്കിൽ ബുക്ക് എന്തെങ്കിലും വായിക്കുക. ഇത് ഞങ്ങളുടെ വീട്ടമ്മമാരുടെ ഒരു അവകാശമാണ് കേട്ടോ. ഇത് ചെയ്യുമ്പോണ്ടല്ലോ ഭയങ്കര ഒരു സമാധാനമാണ്. എല്ലാ പണിയും കഴിഞ്ഞ് സമാധാനത്തോടെ ഫുഡ് കഴിച്ച് പോയി കിടക്കുന്നതിൻ്റെ ഒരു സംഭവം വേറെ ഏത് പണിക്ക് പോയാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ കമൻറ്റ്, അങ്ങനെ എന്താ പറയുക, അഭിപ്രായമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മൊന്ന് പൊട്ടിക്കാൻ സമയമായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ ഇതൊന്ന് കംപ്ലീറ്റ് മാറ്റിയെടുത്തിട്ടാണ് ഞാനിവിടെ ദമ്മ് പൊട്ടിച്ചെടുക്കുന്നത്. ഈ ഒരു മിക്സിങ് ശരിക്കും പറഞ്ഞാൽ എന്താ, ഇത്രയും കളർ മതിയില്ലേ, കുറച്ചധികം കളർ കൂടിപ്പോയി, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. കളറൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളിട്ടോ. അപ്പം നന്നായി മിക്സ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, ചിക്കൻ അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ഇനി കഴിക്കാൻ നേരത്ത് അങ്ങ് തുറക്കാം. ഇവിടെ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ഇനി തുടക്കുകയൊക്കെ ചെയ്യണം. ഞാനിങ്ങനെ കുളി കഴിഞ്ഞ് വന്ന് ഫുഡ് തരാന്ന് പറഞ്ഞപ്പോൾ റിഹാൻ അയ്യോ ഞാൻ കുളിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ പിന്നെ ഞാൻ അവനോട് പോയി കുളിക്കാൻ പറഞ്ഞു. എനിക്ക് പിന്നെ എന്തായാലും തുടയ്ക്കും വേണം, പിന്നെ മയോനൈസ് ഉണ്ടാക്കണം, ഇങ്ങനത്തെയൊക്കെ പരിപാടി ഉണ്ട്. മയോനൈസ് ഉണ്ടാക്കലല്ല പാട്, അതുണ്ടാക്കി കഴിഞ്ഞിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകലാണ് പാട്. എനിക്കാണെങ്കിൽ എഗ് മയോനൈസേ പറ്റുള്ളൂ. വേറെ പൊട്ടറ്റോ ഒക്കെ ഉണ്ടാക്കി നോക്കിയെങ്കിലും പക്ഷെ എനിക്ക് ഇത് കഴിക്കണ തൃപ്തി വേറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പൊതുവേ ഉണ്ടാക്കാനും കഴിക്കാനും കുറച്ച് പേടിയാണ്, എന്നാലും വീട്ടിൽ ഉണ്ടാക്കണതല്ലേ എന്ന് വിചാരിച്ച് മിക്സിയുടെ ജാറെടുത്ത് 3 അല്ലി വെളുത്തുള്ളിയും 2 എഗ്ഗും പിന്നെ ഒരു പിഞ്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്, പിന്നെ ഞാൻ വിനീഗർ 1 ടേബിൾ സ്പൂണ്, അതുപോലെ 1/2 കപ്പ് എണ്ണ ഒഴിച്ചിട്ട് ഇതൊരു 15 സെക്കൻഡ് ബീറ്റ് ചെയ്ത് അടിച്ചെടുക്കണം ഹൈ സ്പീഡിൽ. അതിനുശേഷം വീണ്ടും ഞാൻ അത്രയും തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 20 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വീണ്ടും 1/2 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 40 സെക്കൻഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് കൺസിസ്റ്റൻസി വന്നു. ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കഴിക്കാൻ നേരത്തെ എടുത്താൽ മതി കേട്ടോ പുറത്ത്. അപ്പോൾ മയോനൈസും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്യാം, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സമയവും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പറയാം കേട്ടോ. പിന്നെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ കൊണ്ടുവെക്കാനുണ്ടായിരുന്നു, അതിനൊക്കെ കൊണ്ടുവെക്കണം. പിന്നെ പോയി കുളിക്കണം. അപ്പോഴേക്കും റിഹാന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ എന്ത് അപ്പം കഴുകി വെക്കണോണ്ട് നമുക്കത് അത്ര ഹെവി ആയിട്ട് തോന്നൂല. പിന്നെ ഇതുപോലത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അടുക്കളയിലോട്ട് ആരും കിടത്തൂല്ല. കിടത്തി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ കുറേ കമന്റ് വരും, ഉമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യൂലേ, ഉമ്മ ഒന്നും ചെയ്തു തരൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. മെയിൻ റീസൺ അതാണ്. നമുക്ക് പക്കയായിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അടുക്കളയിൽ ഉണ്ടാവാൻ പാടുള്ളൂ.
കേക്ക് എടുക്കണ പോലെ ഒരു മിനിറ്റ് ഞാൻ അതല്ല ഉദ്ദേശിച്ച അതാണ് ഉദ്ദേശിച്ചത്. അവർക്ക് ആ 2 വലിയ പീസ് അവർക്ക് കൊടുത്തളാട്ടാ. നിങ്ങൾക്ക് അല്ല അതല്ല അതല്ല ഒരു പകുതി കോഴി ഉണ്ട് അയാൾക്ക്. ഇതുപോലെ സ്പെഷ്യൽ റൈസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വിളമ്പാൻ ഇക്കാനെ വേഗം വിളിക്കൂട്ടോ. അതൊരു രസല്ലേ. അങ്ങനെ ഇതാ എങ്ങനെയുണ്ട് അയാൻ? അഭിപ്രായം എല്ലാരും പറഞ്ഞെങ്കിലും എനിക്ക് ചോദിച്ചു മേടിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ അയാനോടും എല്ലാരോടും അഭിപ്രായം ചോദിച്ചു മേടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അപ്പൊ ഇതാ കഴിക്കാം. അതിന്റെ മസാല ഉണ്ട് ചേർത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ അഭിപ്രായം കേട്ട് ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും സൂപ്പർ ആവും എന്നുള്ളത്. പിന്നെ ഓരോ പെപ്സിയൊക്കെ കുടിച്ച് പെപ്സി അത് ശരിക്കും മന്തിയുടെ കൂടെ കുടിക്കേണ്ടതായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഹെവി ആയിട്ടോ. അപ്പം ഞാനിതിൻ്റെ കൂടെ കുറച്ച് ഹെൽത്തി ഐറ്റംസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് നമ്മുടെ ചായമൻസിയാണ്, ഷുഗർ ചീരയാണ്. ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കണം. നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് ഉപ്പേരി വെച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും ഒന്ന് കഴുകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് എടുക്കും കൂടെ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മളിതിൽ ഉപ്പേരി വെക്കാൻ പോണത് കേട്ടോ. അപ്പോൾ മൺചട്ടി വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ജീരകവും ഇട്ട് പൊട്ടിക്കണം. പിന്നെ വലിയുള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പക്ഷെ ചെറിയുള്ളിയാണ് കേട്ടോ വേണ്ടത്. ചെറിയുള്ളി നന്നാക്കാൻ ഇച്ചിരി മടിയായപ്പോൾ വലിയുള്ളി എടുത്തു. എന്തുള്ളിയാണെങ്കിലും വഴറ്റിയെടുക്കണം കേട്ടോ നല്ലപോലെ. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പ്ലേറ്റ് നിറച്ചും തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒരു സ്മെല്ല് വരണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തേങ്ങയും സെറ്റാക്കി വേണമെന്നുണ്ടെങ്കിൽ എഗ്ഗും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിലോട്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഇലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചായമൻസ അഥവാ ഷുഗർ ചീര ഉപ്പേരി റെഡി. അതുപോലെ ചായച്ചീര എന്നും പേരുണ്ട് ഇത്രതിന്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. നന്നായിട്ടുണ്ട്. അപ്പം എന്തായാലും ചോറിലേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം. പിന്നെ ഞാൻ വേറെയും കുറച്ച് ഐറ്റംസ് കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10-30 മിനിറ്റ് എന്തായാലും വീഡിയോ ഇരുന്നോട്ടെ. ഞാൻ 2-3 ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. അപ്പം അതിൻ്റെ ഒരു വിഷമം അങ്ങ് തീർക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്ന് ഇത്രയും വീഡിയോ ഇടുന്നത് കേട്ടോ. അങ്ങനെ തമിഴ് എനിക്ക് വായിക്കാൻ മനസ്സിലാവുന്നില്ല. ആ ഒരു വിഷമത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ആണ് ജിനിക്ക് ചായമൻസ പേര് പറഞ്ഞു തന്നത് എന്ന് പറയുന്നുണ്ട്. ആണോ? അല്ലടോ, എൻ്റെ ഉമ്മ പറയണ്ടായിരുന്നു പണ്ട് തന്നെ. എനിക്ക് അതാണ് ഓർമ്മ. എൻ്റെ ഉമ്മ പറഞ്ഞതാണ് ഓർമ്മ. പിന്നെ വീഡിയോയിലൂടെ ആരെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഉമ്മ വീട്ടിൽ പോയാൽ അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ ഉമ്മ പറയും ചായമൻസ് ഉപ്പേരി വെച്ചു, ചായമൻസ് ആയിരുന്നു എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതന്നെ ഇത് കശക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ടായിരുന്നേ. ഇല്ല കേട്ടോ, അത് കശപ്പൊന്നുമില്ല. പക്ഷെ അത് എങ്ങനെ വെച്ചാലും കശപ്പുമില്ല, ഓവർ കുക്ക് ആവൂല്ല. അതാണ് അതിന്റെ ഭയങ്കര ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയത്. നമ്മുടെ ചീര മുരിങ്ങയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കുക്കിംഗ് ടൈം കൂടിക്കഴിഞ്ഞാൽ അതങ്ങനെ കയ്പ്പ് വരും. പക്ഷെ ഇതിന് ആ ഒരു സംഭവം ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും ഇത് കാണാം. അതേപോലെ ഉണ്ടല്ലോ, ജിനിയുടെ വീഡിയോയിലാണ് ഇത് കണ്ടത്. അതിനുശേഷം ചില ആൾക്കാരുടെ മുറ്റത്തൊക്കെ ഈ ചെടി കാണാൻ പറ്റിയിരുന്നു. ഇത് കഴിക്കണതാണെന്ന് എനിക്കും അറിയണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു കമന്റ് ഉണ്ടായിരുന്നു. എനിക്കും അറിയണ്ടായിരുന്നില്ല. ഇതിന്റെ ഇല കണ്ടപ്പോഴും പോലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഇത് കഴിക്കാൻ പറ്റും എന്നുള്ളത്. നല്ല വിഷച്ചെടികളിലും പോലെ ഉണ്ടായിരുന്നു അല്ലേ.
അപ്പോൾ ഞാൻ എന്താ പറയുക അതെല്ലാം വെച്ച് ഞങ്ങളെല്ലാവരും കഴിച്ചു. അങ്ങനത്തെയൊക്കെ വെക്കുമ്പോൾ ഞാൻ കുട്ടികൾക്ക് എന്തായാലും കൊടുക്കും കേട്ടോ. അങ്ങനെയെങ്കിലും അവരുടെ വയറ്റിൽ കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അങ്ങനെ നമ്മുടെ വ്ളോഗ് ഇവിടെ ഏറെക്കുറെ കഴിയാറായിട്ടുണ്ട്. നമ്മുടെ വ്ളോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം, എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ FB പേജ്, യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാ പേജൊക്കെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഫുള്ളായി കണ്ടവർ എന്തായാലും ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. നമുക്ക് ഒരുപാട് നിങ്ങളുടെ ലൈഫ് സ്റ്റോറി അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാലോ, എനിക്ക് വ്ളോഗിലൂടെ പറയാലോ, കോമഡി മൊമെന്റ് പറയാം, എന്തെല്ലാം ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.